ദുസ്വപ്നത്തിന്റെ ബാക്കി കഥ ഞാൻ പറഞ്ഞില്ല. പ്രതാപൻ ഇലക്ഷനിൽ തോക്കാൻ കാരണക്കാരി ഒരു പെണ്ണാണെന്നാ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. കിളവി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ല, ഞാൻ അനാവശ്യമൊന്നും അല്ല പറഞ്ഞത്, സത്യോ. രുക്മിണി കൗശലക്കാരിയായ ഒരു പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം. അപവാദം പറഞ്ഞ് എന്റെ കുടുംബം കലക്കരുത് കേട്ടോ. കലക്കാൻ ഇനി എവിടെ ഇരിക്കുന്നു കുടുംബം? നാഥനില്ലാത്ത കുടുംബം എന്ന് പറഞ്ഞ വടയില്ലാത്ത മസാലദോശ പോലെയാ. രുക്മിണിയുടെ വീട്ടിന്റെ കുടുംബനാഥൻ പിള്ള നിന്റെ തല്ലും ചീത്തവിളിയും കേട്ട് സംസ്ഥാനം വിട്ടു. അവൻ കാശിയിലെങ്ങാണ്ട അഘോരികളുടെ കൂടെ കൂടി ചാരവും പൂശി കറങ്ങി നടക്കുകയാണെന്ന് കേട്ട്. പിന്നെ ഒരു മോളുണ്ടായിരുന്നു, രമ്യ. അവള് പ്രേമിച്ച് നിരാശപ്പെട്ട് എങ്ങാണ്ടാ പോയി. പിന്നെ നിന്റെ ഒരു മകൻ, കശാപ്പുകാരന്റെ വീട്ടിലെ ആടിനെ പോലെ നിനക്ക് ഏത് സമയവും അറുക്കാൻ തരത്തിലൊരു മരുമോളും ഉണ്ട്. നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്തോ അങ്ങ് വിളിച്ചു പറയാന്ന് വിചാരിക്കരുത്. എന്തൊരു വിറച്ചുള്ളത് അവിടെ നില്ലടി. നീ കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ മറുപടിയാ ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കാൻ വന്ന ഇതൊന്നുമല്ല. 5 ലക്ഷം ഇങ്ങോട്ട് തന്നാ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കാം. 5 ലക്ഷം നിങ്ങൾക്ക് തരാനോ? എന്തിന്? എന്തിനാ രുക്മിണി കിടന്ന് തകിടം മറിയുന്നത്? ആ ഗർഭക്കേസ് ഒതുക്കി തീർത്തപ്പം ഒരു കോമ്പൻസേഷൻ മേടിച്ചെടുത്തില്ലേ രാജുവിന്റെ? ഒരു 15 ലക്ഷം. അതിൽ നിന്ന് ഒരു 5 ലക്ഷം മുണ്ടക്കലമ്മയ്ക്ക് താ, ഒരു ഷെയർ. അല്ലെങ്കിൽ ഈ കാര്യം ശ്രീലക്ഷ്മിയോടും ഹരീഷിനോടും പറഞ്ഞ് നിന്റെ ബ്ലേഡ് കമ്പനി പൂട്ടിക്കും. ഞാനേ ആരോടും 1 രൂപയും വാങ്ങിച്ചിട്ടില്ല. നീ 1 രൂപ വാങ്ങിച്ചില്ല, 15 ലക്ഷം വാങ്ങിച്ചു. അതിൽ നിന്നൊരു 5 ലക്ഷം താ. എന്നാ ആ വിഷയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ പോയി വേറെ പണി നോക്ക്. ഞാൻ വേറെ പണിക്ക് പോവുക. നേരെ ചെന്ന് ഞാൻ ആദ്യം ശ്രീലക്ഷ്മിയോട് ഈ കാര്യം പറയും. പറഞ്ഞോ. അവളോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല അവളെ ഇവിടെ ഞാൻ നിർത്തിയിരിക്കുന്നേ. ഇലക്ഷന് ജയിച്ചാ അവളെ ഇവിടെ നിർത്തും. ഇല്ലെങ്കിലേ അവളെ ഞാൻ പിടിച്ച് പുറത്താക്കും. 5 ലക്ഷം തന്നില്ലെങ്കിൽ നിന്റെ വീട് ചെകുത്താൻ കയറിയ വീടാക്കി ഞാൻ മാറ്റും. മരുമോളും നീയും തമ്മിൽ അടിയും വീഴും. നിങ്ങളിത് അവളോട് ചെന്ന് പറതള്ളേ. എന്നിട്ടേ അവളെ വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോ. അതിനല്ലേ ഞാൻ ഈ വേലയൊക്കെ ചെയ്യുന്നത്. എനിക്കേ ആ മരുമകള് വേണ്ട. അവളെ കൊണ്ട് എനിക്കൊരു ഗുണവുമില്ല മണവുമില്ല. അവര് വരട്ടാൻ വന്നിരിക്കുന്നു. ഒന്ന് പോവാ നോക്ക്. ഈ ലോകത്തെ ഏറ്റവും മാരകമായ വിഷം ഞാനാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാ അത് ഞാനല്ല, ഈ രുക്മിണിയാ. അമ്പമ്പോ, ഇവളൊരു വൈറസാണ്. ദൈവമേ, വല്ലാത്ത ഒരു വൈറസ്. നിങ്ങൾ പോകുന്നില്ലേ തള്ളേ? പോകാം. എന്റെ സദാശിവൻ സാറേ, കഴിഞ്ഞ 25 വർഷമായി സാറ് സ്ഥിരമായിട്ട് ജയിക്കുന്ന മണ്ഡലമല്ലേ വണ്ടപ്പുഴ. എതിരാളി എന്റെ ബന്ധുവാ, രാജുവിന്റെ പെങ്ങള് ശ്രീലക്ഷ്മി. അവള് നല്ല കുട്ടിയാ. പക്ഷേ പൊളിറ്റിക്സിൽ ആളുകൾ നോക്കുന്നത് അതൊന്നും അല്ലല്ലോ. ദുർബലയായ ഒരു എതിരാളി. പിന്നെ സാർ എന്തിനു പേടിക്കണം? അട്ടിമറിയോ? അവിടെ ഒന്നും അനന്തന്റെ അട്ടിമറി നടക്കില്ല. അനന്തന്റെ മുഖ്യ ശത്രു ഞാനല്ലേ. അട്ടിമറിക്കുകയാണെങ്കിൽ എന്നെ അയാൾ അട്ടിമറിക്കൂ. അതിനുള്ള സാധ്യത തള്ളിക്കളയാനൊന്നാവില്ല. ശരി. സദാശിവൻ സാറിനോലെ പേടി എന്താ ചെയ്യാ? ഈ അട്ടിമറി എന്നൊക്കെ പറയുന്നത് എന്താ ഏട്ടാ? അതായത് കാലുവാരിയും കുതുകാല് വെട്ടിയും തോൽപ്പിക്കുക, കാശ് കൊടുത്ത് വോട്ട് മറിക്കുക. കൂടാതെ അവരവരുടെ പാർട്ടിക്കാർ തന്നെ അവരവരുടെ സ്ഥാനാർത്ഥികളെ ചതിച്ചു തോൽപ്പിക്കുക. ഇതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും നടക്കാറുണ്ട്. ആലോചിച്ചാൽ വലിയ കോമഡിയായി അവന് ഈ രാഷ്ട്രീയം. ചേച്ചി ഇത് എവിടെ പോയതായി രാവിലെ? ഞാനേ പുന്നക്കീഴിൽ അമ്പലത്തില് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വഴിപാട് കഴിപ്പിക്കാനും പോയതാ. ഞാനേ വെളുപ്പംകാലത്തെ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് ഓടിയതാ. ഇന്ന് അമ്പലത്തിലെ ശാന്തിക്കാരൻ പോയിട്ട് ഇവരായിരുന്നോ?
എന്റെ പൊന്നു മോനെ പ്രതാപ, ചേച്ചി ഈ കഴിഞ്ഞ വെളുപ്പാങ്കാലത്ത് ഒരു ദുസ്വപ്നം കണ്ടു. ദുസ്വപ്നോ? എന്ത് ദുസ്വപ്നം? നീ ഇലക്ഷനിൽ തോറ്റുപോയിന്നായിരുന്നു ദുസ്വപ്നം. അത് ദുസ്വപ്നമാണോ അതോ മാഡത്തിന്റെ ആഗ്രഹമാണോ? എന്റെ മനസ്സിൽ എന്താന്നേ എന്റെ പ്രതാപൻ അറിയാം. ഹോ, ഈശ്വര, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കൂന്നാണല്ലോ വലിയ ജ്യോത്സ്യന്മാര് വരെ പറയുന്നത്. ആ, തോൽക്കുന്നെങ്കിൽ തോക്കട്ടെ ചേച്ചി. ഞാൻ തോറ്റാൽ എന്താ? ജയിക്കാൻ പോകുന്നത് എന്റെ മഹാനായ അനന്തരവനല്ലേ, ദി ഗ്രേറ്റ് ദീപക് സർ. അങ്ങനെ അവൻ ജയിച്ചാലേ അവനെ ഞാൻ വെറുതെ വിടില്ല. കംസന്റെ കഥയൊക്കെ അത് പണ്ട്. എന്റെ പ്രതാപനെ തോൽപ്പിച്ചിട്ട് അവനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. കൊന്നു കളയും ഞാൻ അവനെ. കൊന്നുകളയുന്ന എന്തിന്? അവനൊരു മന്ത്രിയാവട്ടെ. ചേച്ചിക്കും മകനും കൂടി മന്ത്രിമന്ത്രത്തിൽ അന്തി ഉറങ്ങിയും സ്റ്റേറ്റ് കാറിൽ കറങ്ങിയും ജീവിക്കാമല്ലോ. കൈയിട്ട് വരാനും എളുപ്പ. ചേച്ചി, അവൻ ജയിച്ചാൽ അത് അവന്റെ തലവരയിലുള്ളതാ. അവനെ അംഗീകരിച്ചേ പറ്റൂ. ആ ദുസ്വപ്നത്തിന്റെ ബാക്കി കഥ ഞാൻ പറഞ്ഞില്ല. പ്രതാപൻ ഇലക്ഷനിൽ തോക്കാൻ കാരണക്കാരി ഒരു പെണ്ണാണെന്നാ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അതേത് പെണ്ണ്? പെണ്ണാണെങ്കിൽ അത് മറ്റാരാകാനാ? എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നില്ലേ, അത് അവളായിരിക്കും, ശ്രീമതി പത്മ. ആർക്കൊരു ശല്യമില്ലാതെ മറ്റെവിടെയോ ജീവിക്കുന്ന ആ പത്മയെടുത്തെ ഇതിനകത്ത് എന്തിനാ വലിച്ചിഴയ്ക്കുന്നെ? അവരെ തകർക്കലാണല്ലോ ഇവരുടെ ജീവിത ലക്ഷ്യം. അതിന് പത്മയുടെ നാള് മകമല്ലേ പ്രതാപ? ഈ തോൽവിക്ക് കാരണക്കാരിയായവളുടെ നാളെ വിശാഖമാ. വിശാഖമേ, ഋതുവോടെ നാടാ. ഇവര് വെക്കാവുന്ന ഭാര ആദ്യം ചേട്ടത്തിക്കെതിരെയാ തിരിഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ലേ? ലക്ഷ്യം ഋതുമോള് തന്നെയാ. അല്ല, ഋതുമോൾ എന്തു പറയുന്നു? ഞാൻ കണ്ട സ്വപ്നത്തിലെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ദേ, ഞാൻ ബഹുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രണ്ടുപേരുടെ ചേച്ചിയാ നിങ്ങള്. അവരുടെ ആരുടെയെങ്കിലും ഒരാളുടെ കൈകൊണ്ട് നിങ്ങൾ ചാവുന്നതായി എനിക്ക് സന്തോഷം. ഇനി അതല്ല, എന്റെ കൈകൊണ്ട് തന്നെ തീരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഒരു തെളിവും സാക്ഷികളും ഇല്ലാതെ ഞാൻ നിങ്ങളെ തീർത്തുതരാം.